പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാനിൻ്റെ ആദ്യത്തെ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നത്തെ പകലിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ പടച്ചവനോട് ദ്വാരക്കാനുണ്ട്, ചോദിക്കാനുണ്ട്. മക്കളുടെ കാര്യം, മക്കളില്ലാത്ത വിഷയം, ജോലിയുടെ കാര്യം, ജോലി ഇല്ലാത്ത വിഷയം, ശമ്പളത്തിൻ്റെ കാര്യം, വരുമാനമില്ലാത്ത വിഷയം, കടങ്ങളുടെ കാര്യം, രോഗങ്ങളുടെ കാര്യം, അങ്ങനെ പല പല മുറാദുകളുമുണ്ട്. ഈ മുറാദുകൾ ചോദിക്കുന്നതിന് മുമ്പായി ഇസ്മുൽ ആളം, ഏറ്റവും അള്ളാഹുവിൻ്റെ ഉന്നതമായ ഇസ്മ നാമം, അത് നമ്മൾ ഇസ്മുൽ ആളം ചൊല്ലിയിട്ട് ദ്വാരുന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മഗ്‌രിബിന് മുമ്പ് നേടിയെടുക്കാം. ആ ചോദിക്കുമ്പോൾ ചില മര്യാദകൾ, ഒന്ന് രണ്ട് മര്യാദകളുണ്ട്. ആ മര്യാദകൾ നമ്മൾ തീർച്ചയായിട്ടും ദുആയിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇന്നു മുതൽ റാഹത്താണ്, ജീവിതം മാറി മറിയാൻ പോവുകയാണ്. അപ്പോൾ ഏതാണ് ഇസ്മുൽ ആളം, എങ്ങനെയാണ് ചോദിക്കേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇന്നത്തെ ശഅബാനിൽ പ്രത്യേകിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നവാരി ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറി ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹിമികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫضل കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും നമ്മുടെ അൻവാറി ഫജറിൻ്റെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ എല്ലാം അല്ലാഹു നീക്കി സന്തോഷം തരട്ടെ. പ്രത്യേകിച്ച് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ ദുആയിൽ ഞങ്ങൾ ഓർക്കണം, ചേർക്കണം ഉസ്താദ് എന്ന് പറയുന്നവർ എല്ലാവർക്കും അല്ലാഹു പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയി വേണ്ടപ്പെട്ടവരുടെ ഖബർ സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നാമൊക്കെ തന്നെ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ പകലിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നലെ ശഅബാനിൻ്റെ ആദ്യ രാവായിരുന്നല്ലോ. ഇന്നത്തെ രാവിൽ പല കാര്യങ്ങളും നമ്മൾ ചൊല്ലേണ്ടതും ഓതേണ്ടതുമായ കാര്യങ്ങളുണ്ട്. പലരും ഉസ്താദേ ഞങ്ങളത് അറിഞ്ഞില്ല, ഞങ്ങൾക്കത് കേൾക്കാൻ കഴിഞ്ഞത് ഒരുപാട് വൈകിട്ടാണ്, ഞങ്ങൾക്ക് ഇന്ന് ശഅബാനിൻ്റെ പകലിൽ അത് ഓതിയെടുക്കാൻ പറ്റുമോ, ഇന്നലെ നഷ്ടപ്പെട്ടു പോയി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് ഓതണമെന്ന് വിചാരിച്ചു, പലതും കഴിഞ്ഞിട്ടില്ല, അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇന്ന് മഗ്‌രിബിന് മുമ്പായി ആ പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുകളാണെങ്കിലും ആയാത്തുകളാണെങ്കിലും ദിക്റാണെങ്കിലും ആദ്യത്തെ രാവിൽ ചൊല്ലേണ്ടതൊക്കെ വീണ്ടെടുക്കാൻ അവസരമുണ്ട്. ഈ മഗ്‌രിബ് വരെ നമുക്കതിന് സമയമുണ്ട്. മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഒരു ദിവസം പോലും നമുക്ക് മുടങ്ങരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പരിശുദ്ധമായ ശഅബാൻ മാസം അറിയാമല്ലോ, പോരിശകളുടെ വലിയ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ച് നൽകുന്നൊരു മാസമാണ്. കാരണം റമളാനിൻ്റെ മുഖദ്ദിമ, രണ്ട് മുഖദ്ദിമയാണ് റമളാനിന്. റമളാനിൻ്റെ ഒരുക്കത്തിൻ്റെ മാസം, അതിൽ റജബ് റമളാൻ്റെ ഒരുക്കമാണ്, ശഅബാൻ റമളാനിൻ്റെ ഒരുക്കത്തിൻ്റെ ഫൈനൽ മാസമാണ്. ഇനി റമളാനിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ റജബിൽ ഒരുങ്ങേണ്ട ഒരുക്കങ്ങളെല്ലാം ക്ലിയർ ആയെങ്കിൽ മാത്രമേ ശഅബാനിൻ്റെ ഒരുക്കം ക്ലിയർ ആകൂ. ശഅബാനിൻ്റെ ഒരുക്കം ക്ലിയർ ആയാലേ റമളാനിൽ നമുക്ക് അമലുകൾ സ്വീകരിക്കപ്പെടുന്ന തരത്തിൽ, എഫക്റ്റീവാകുന്ന തരത്തിൽ ഉപയോഗപ്പെടൂ. ചുമ്മാ റമളാനിൽ സാധാരണ പള്ളി പോക്കില്ല, റമളാനിൽ പോയി തറാവീന് എക്സ്ട്രാ പോകുന്നുണ്ട്, അത്താഴത്തിന് പ്രിയപ്പെട്ടവരെ നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്, ദ്വാരക്കുന്നുണ്ട്, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ചൊവ്വാലൊന്ന് പെരുന്നാൾ, ചെറിയ പെരുന്നാളോടുകൂടി അമലുകളൊക്കെ പോയി, പിന്നെ അടുത്ത കൊല്ലം അങ്ങനെയാകുന്ന വലിയ നഷ്ടവാന്മാരിൽ, ഭാഗ്യം കെട്ടവരിൽ നമ്മൾ വിടാൻ പാടില്ല. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണം. അതിനെന്താ വേണ്ടത്? അതിന് പരിശുദ്ധമായ ശഅബാൻ നമുക്ക് ഉപയോഗപ്പെടണം. എങ്കിലേ റമളാൻ നമുക്ക് എഫക്റ്റീവാകൂ. അപ്പോൾ റമളാന് തുടർന്നുള്ള നമ്മുടെ ലൈഫ് ടൈം മുഴുവനും അങ്ങനെ തന്നെയാകും. റമളാനിൽ മാത്രമാകില്ല നമുക്ക് മാറ്റം, പിന്നെ അങ്ങോട്ട് തുടരാൻ കഴിയും. അതിന് ശഅബാൻ ഉപയോഗപ്പെടണം. അതിൽ ശഅബാൻ എന്ന് പറയുന്ന മാസം പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത് പ്രധാനപ്പെട്ട ഹദീത്ത് വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അത് റജബ് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദെ റജബ് വേണോ, കഴിഞ്ഞല്ലോ എന്ന്. ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ആലിമീങ്ങളോട്, ഉസ്താദുമാരോട് നമ്മൾ ചോദിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ക്ലാസ്സുകൾ മനസ്സിലാക്കിയിട്ട് പറയണം. ഒരിക്കലും റജബ് ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ആ ദുആ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശഅബാനിൻ്റെ എല്ലാ നന്മകളും നമുക്ക് നിറച്ച് നൽകാൻ, അതിൻ്റെ പോരിശ മുഴുവൻ, ബറക്കത്ത് മുഴുവൻ കിട്ടാൻ നമ്മൾ എന്തെല്ലാം സമയങ്ങളിൽ അള്ളാഹുവിനോട് ദുആയിൽ ഉപയോഗപ്പെടുത്തണോ അങ്ങനെ ഉപയോഗപ്പെടുത്തണം. എന്തെല്ലാം കാര്യങ്ങൾ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ പ്രത്യേക ഇജാബത്തുണ്ടോ ആ കാര്യങ്ങളെല്ലാം. ചില ദിക്റുകൾ ചൊല്ലിയിട്ട്
ചില വചനങ്ങൾ ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരുന്നാൽ എന്തും ചോദിക്കാമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് എപ്പോൾ ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഇജാബത്ത് നൽകാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ശൈലികളിലും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശൈലികളിലും ചില വ്യത്യസ്തങ്ങളായ രീതികൾ നമുക്ക് കാണാൻ പറ്റും. ദുആക്ക് ഇജാബത്ത് ഉറപ്പ് കിട്ടുന്ന ആളുകളുണ്ട്, കിട്ടാതിരിക്കാം, അങ്ങനെ കുറേ ആളുകളുണ്ട്, തീരെ കിട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഹദീസ് പരിശോധിക്കുമ്പോൾ അന്തും മൂഖിനൂന ബിൽ ഇജാബ, പലപ്പോഴും ഇജാബത്ത് കിട്ടാതെ പോകുന്ന ദുആകൾ എന്തൊക്കെയാണെന്നറിയോ? അത് ഉറപ്പില്ലാതെ ചെയ്യുന്നതാണ്. ചെയ്യുകയാണ്, അങ്ങോട്ട് കിട്ടുമെന്ന് യഖീൻ വരുന്നില്ല. ഞാൻ ചോദിച്ചാൽ അള്ളാഹു തരും, എൻ്റെ പടച്ചവനാണ്, എൻ്റെ റബ്ബാണ്, എനിക്ക് ചോദിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. ആ ഒരു യഖീനിൽ അന്തും മൂഖിനൂന ബിൽ ഇജാബ, ഇജാബത്ത് എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഖൽബ് യഖീനായിട്ട് ചോദിച്ചു നോക്കി. നമ്മൾ തറദ്ദുദായിട്ട് ഇങ്ങനെ ചോദിക്കുക, പേടിച്ചു പറച്ചല്ല. ഖൽബ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ ചോദിക്കണം. ചുമ്മാ എന്തെങ്കിലും തരണം എന്നല്ല, ഫസ്റ്റ് ക്വാളിറ്റി. എന്ത് ചോദിച്ചാലും, സ്വർഗം ചോദിച്ചാൽ പരിശുദ്ധമായ സ്വർഗം ആണല്ലോ. സ്വർഗത്തിന് 8 കവാടങ്ങളാണ്. ആ 8 കവാടങ്ങൾ 7 സ്വർഗങ്ങളാണുള്ളത്. അതിൽ ഏതെങ്കിലും സ്വർഗം ചോദിക്കല്ല. ചോദിക്കുമ്പോൾ നിങ്ങൾ ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറ്റവും ക്വാളിറ്റി കൂടി ഏറ്റവും ടോപ്പാണ്, ജന്നത്തുൽ ഫിർദൗസ്. അതാണ് ചോദിക്കേണ്ടത് എന്നാണ്. കാരണം അത് നൽകാനും അതിനേക്കാൾ അപ്പുറം നൽകാനും യോഗ്യനായ അള്ളാഹിനോടാ, വലിയ മുതലാളിയോടെ ചോദിക്കുന്നത്. എന്തിനാ കൊച്ചാക്കുന്നത്? ചോദിക്കുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് എല്ലാം ചോദിക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയിൽ ജീവിക്കേണ്ട മുഅ്മിനീങ്ങളാണ്. നമ്മൾ ലോ ക്വാളിറ്റി പോകുന്നത്. നമ്മളെപ്പോഴും കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ മോശക്കാരാകേണ്ടവരല്ല. അപ്പോൾ അള്ളാഹുവിനോട് ഉറച്ച് ചോദിക്കണം, ഇജാബത്ത് ഉറപ്പിച്ച് ചോദിക്കണം. അള്ളാഹു എനിക്ക് മറുപടി തരുക തന്നെ ചെയ്യും, ഞാൻ അതിന് യഖീനില്ല ചോദിക്കുന്നത് എന്നൊരു ധാരണ വിശ്വാസിയുടെ കൽബിലുണ്ടെങ്കിൽ അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ധരിക്കുന്നത് അവിടെ ഞാൻ വന്ന് നിൽക്കുമെന്ന് അള്ളാഹു പറയുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നുണ്ട് ഫഇന്ന ളന്ന ബി ഖൈറൻ ഫലഹു. കേട്ടോളി ഹദീസ്. അതായത് എന്നെക്കുറിച്ച് ഖൈറായൊരു ധാരണ അള്ളാഹു ഞങ്ങളെ കൈവിടില്ല. ഇത് ശഅബാനല്ലേ, പോരിശാക്കപ്പെട്ട മാസമല്ലേ, അള്ളാഹു എന്നെ ഒഴിവാക്കില്ല, അവിടെയില്ല എന്നുള്ള ഉറപ്പിൽ, അള്ളാഹു എന്നെ പരിഗണിക്കുമെന്ന ഉറപ്പിൽ ഒരാൾ ചോദിച്ചാൽ, അള്ളാഹ് ഖൈർ നൽകുമെന്ന ഉറപ്പിൽ ചോദിച്ചാൽ ഫലഹു, ആ ഖൈർ അവന് കിട്ടുന്നതാണ്. ഫഇന്ന ളന്ന, തീർച്ചയായിട്ടും ധാരണ, ഒരു വിശ്വാസിയുടെ ധാരണ ശർറായ ധാരണയാണ്. ശർറായ ധാരണ ചോദിച്ചാൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും അദാബുകൾ അള്ളാഹു ഇങ്ങനെ ഓരോന്നായി രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്, പ്രയാസങ്ങളാണ്, ഷെറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ധാരണയിലാണോ നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നത്? എന്നാൽ ആ ഷെറുകൾ നിങ്ങളെ വിട്ടുപോകുന്നതല്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കുമ്പോൾ അയ്യമ്മാ തദ്ഉ, അള്ളാഹുവിനെ നിങ്ങൾ ഏത് പേര് വിളിച്ചാലും അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്, ഏറ്റവും മനോഹരമായ നാമങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ ഖുർആൻ പറയുന്ന ഭാഗത്ത്, അള്ളാഹുവിൻ്റെ അസ്മാകൾ പറയുന്ന ഭാഗത്ത് ഇസ്മുൽ ആലം, ഏറ്റവും ഉന്നതമായ അള്ളാഹിൻ്റെ ഇസ്മുൽ ആലം, ആ ഇസ്മുൽ ആലം കൊണ്ട് ചോദിച്ചാൽ ഇജാബത്ത് ഉറപ്പാണ്. അപ്പോൾ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇസ്മുൽ ആലം, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഉന്നതമായ പേര്, നാമം, അള്ളാഹിൻ്റെ അത് മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ ചോദിച്ചാൽ ഇജാബത്ത് ഉറപ്പാണ്. ആ ഇസ്മുൽ ആലമാകുന്ന ദിക്ർ ഏതാ, ഏതാ നമ്മൾ പരിചയപ്പെടാൻ പോകുകയാണ്. ഇവിടെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ പറയുന്നതായിട്ട് കേട്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു ഒരാൾ പറയുന്നത്, ഈ ദിക്ർ പറയുന്നത്, ഈ ഇസ്മു പറയുന്നത്. ഏതാ ദിക്ർ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നക അൻതല്ലാഹ് അൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ പരിശുദ്ധമായ വചനം ഒരാൾ പറയുന്നതായി നബി തങ്ങൾ കേട്ടപ്പോൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറയുന്നത്? നീ ഇസ്മുൽ ആലം കൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിച്ചിട്ടുള്ളത്, ഇജാബത്ത് ഉറപ്പാണേ എന്ന്. അപ്പോൾ ഇത് ഇസ്മുൽ ആലമാണെന്നാണ്. ഈ പരിശുദ്ധമായ ദിക്റുണ്ടല്ലോ, ഈ ഇത് ഇസ്മുൽ ആലമാണ്, ഉന്നതമായ അള്ളാഹിൻ്റെ ഇസ്മാണ്. ഇത് വച്ചിട്ടാണോ ചോദിക്കുന്നത്? അൽഹംദുലില്ലാഹി തുമ്മ അൽഹംദുലില്ലാഹ്, ഇജാബത്ത് ഉറപ്പാണ്, ചോദിച്ചോളൂ. ഇത് പറഞ്ഞിട്ട് എന്ത് ചോദിച്ചാലും ഇജാബത്ത് ഉറപ്പാണ് എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്.
അപ്പോൾ കഴിവിൻ്റെ പരമാവധി ദുആ ചെയ്യുന്നതിന് മുമ്പായി ഹംദും സലാത്തും പറഞ്ഞിട്ട് ഈ പരിശുദ്ധമായ ദിക്ർ അങ്ങോട്ട് പറഞ്ഞ് ദുആ ചെയ്താൽ ഏറ്റവും വേഗത്തിൽ ഇജാബത്ത് ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. പിന്നെയോ യാദൽ ജലാലി വൽ ഇക്റാം, ഒരുപാട് പേര് അത് ഇസ്മുൽ ആദമാണ്, ഉന്നതമായ നാമമാണെന്ന് പറഞ്ഞിട്ട് യാദൽ ജലാലി വൽ ഇക്റാം അതിങ്ങനെ ധാരാളം അധികരിപ്പിച്ചാൽ എന്തും അല്ലാഹുവിനോട് ചോദിക്കാം. ഈ ശഅബാനിൻ്റെ ആദ്യ പകലിൽ ഈ ഇസ്മുൽ ആദം ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരുന്നുള്ളൂ. അത്ഭുതകരമായ ഇജാബത്ത് ഇന്ന് അസ്തമാന ശോഭയോടെ മഗ്രിബ് വാങ്കോടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്രയേറെ എഫക്റ്റീവാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ 5 വഖത്തുണ്ടല്ലോ നിസ്കാരത്തിൻ്റെ, അത് നിസ്കരിക്കുന്നവർക്ക് മാത്രമല്ല 5 വഖത്ത് എല്ലാവർക്കും ഉണ്ട്. അസറിൻ്റെ വഖത്ത്, അസർ നിസ്കാരം പറ്റാത്ത ഉമ്മമാർക്കും അസറിൻ്റെ വഖത്തില്ലേ, സമയല്ലേ, മഗ്രിബിൻ്റെ ആ ഒരു ടൈമുണ്ടല്ലോ. ഈ 5 വഖത്തും അത് പ്രത്യേകമായി ചുമ്മാ ഒരു സമയം ഇങ്ങനെ 6 മണി 4 മണി 3 അങ്ങനെ തിരഞ്ഞെടുക്കല്ല. അതിനകത്ത് ഒരുപാട് സിറുണ്ട്. ആ സമയങ്ങൾക്ക് വളരെ അത്ഭുതങ്ങളായ രഹസ്യങ്ങളുണ്ട്. നമ്മൾ തന്നെ അൻവാർ ഫജറിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ട് എന്താണ് 5 വഖത്ത്, എന്തിനാണ് സമയം, എന്തിനാണ് അള്ളാഹു അങ്ങനെ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങൾക്ക് വല്ലാത്ത പോലീസിയാണ്. നിസ്കാരമുള്ളവരും നിസ്കരിക്കാൻ പറ്റാത്ത മൂമെൻറ്റിൽ സഹോദരിമാരൊക്കെ ആ സമയങ്ങളെ ഒന്ന് മാനിക്കണം. ആ സമയത്ത് പ്രത്യേകം ദുആ ചെയ്യണം. അവിടെ പ്രത്യേകമായ ഇജാബത്താണ്. നിസ്കാരം ഉണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ ഇജാബത്താണ്, നിസ്കാരത്തിൽ തന്നെ സുജൂദിൽ ഇജാബത്താണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ ആദ്യ പകലിൽ ഈ ഇസ്മുൽ ആദം ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ എന്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാൻ പോവാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ പോവാണ്. നമ്മുടെ കടങ്ങളിൽ അല്ലാഹുവിൻ്റെ സഹായം കിട്ടാൻ പോവാണ്. നമ്മുടെ രോഗങ്ങൾ മാറാൻ പോവാണ്. നമ്മുടെ മുറാദുകൾ ഹസ്വാകാൻ പോവാണ്. വീടാഗ്രഹമുള്ളവർ, ജോലി ആഗ്രഹമുള്ളവർ, കുടുംബത്തിൽ സന്തോഷാഗ്രഹമുള്ളവർ, എന്തും ആയിക്കോട്ടെ, മക്കളാഗ്രഹമുള്ളവർ, ഏതാൾക്കും അവരുടെ ആഗ്രഹങ്ങൾ മുന്നോട്ട് വെക്കാം. ഈ ഇസ്മുൽ ആദം ചൊല്ലിയിട്ട് ദ്വാരുന്നാൽ മതി എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ശഅബാനിൻ്റെ പകൽ, ഇന്ന് ഒരുപാട് പേര് നോമ്പുകാരുണ്ട്, നാളെ നോമ്പെടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. മാക്സിമം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിലും സലാമത്തിലും ആക്കട്ടെ. അല്ലാഹു നമ്മളെ അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. റജബിലും ശഅബാനിലും നിറഞ്ഞ ബറക്കത്ത് കിട്ടിയവരിൽ, റമദാനിലേക്ക് ആഫിയത്തോടെ എത്തുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله